കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ജെമിനിയോട് ചോദിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ആയിക്കോട്ടെ. ഹജറുൽ അസ്വദാണ് വിഷയം. ഓക്കെ, ജെമിനി എന്ത് പറഞ്ഞാലും നമുക്കതിൽ ഉത്തരവാദിത്തം ഇല്ലെന്ന് ഞാൻ ആദ്യമേ അങ്ങ് പറയുകയായിരുന്നു. എന്നെ തടയരുത് പ്ലീസ്. കണ്ടിന്യൂ. ഓക്കെ. ജെമിനി, മുസ്ലിംകൾ ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നുണ്ടോ? ഇല്ല, മുസ്ലിങ്ങൾ ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നില്ല. ഇസ്ലാമിൽ ആരാധന അള്ളാഹുവിന് മാത്രമാണ്. ഹജറുൽ അസ്വദ് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു പ്രതീകമാണ്. ഹജ്ജ് സമയത്ത് അതിനെ സ്പർശിക്കുന്നത് ഒരു ആചാരമാണ്. നമുക്ക് ഇങ്ങനെ ചോദിച്ചു തുടങ്ങാം. ജെമിനി കേൾക്കാമോ? വേണ്ട. ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപം മോചിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പാപങ്ങൾ മോചിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഹദീസുകളിൽ പറയുന്ന ഹജറുൽ അസ്വദിനെ സ്പർശിക്കുന്നതിലൂടെയുള്ള പാപമോചനം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും പ്രത്യേക അനുഗ്രഹത്തിന്റെയും ഭാഗമായാണ് മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിനും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനും തുല്യമായി കണക്കാക്കപ്പെടുന്നു. അതെ, ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ടാന്നാ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം ഇതാ. അപ്പം ഈ അള്ളാഹുവിന്റെ പാപമോചനം എങ്ങനെയാണ് കല്ലിൽ കൂടി നടത്തുന്നത്? അതൊന്ന് പറയാമോ? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അള്ളാഹുവിന്റെ പാപമോചനം കല്ലിലൂടെ അല്ല നടക്കുന്നത്. ഹജറുൽ അസ്വദ് എന്നത് ഒരു പ്രതീകമാണ്. അതിനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് വിശ്വാസത്തിന്റെയും അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെയും അടയാളമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ പ്രവൃത്തിയിലൂടെ വിശ്വാസികൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും പാപങ്ങൾ പൊറുക്കണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവാണ് തുല്യ തീരുമാനമെടുക്കുന്നത്. ഈ ഹദീസുകളിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു ഈ കല്ലുകൾ പാപം മോചിക്കുമെന്ന്. അപ്പോൾ ഈ കല്ല് അള്ളാഹുവിന് തുല്യമായില്ലേ? ഇല്ല, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അങ്ങനെ പറയാനാവില്ല. ഈ ഹദീസുകൾ വ്യക്തമായി പറയുന്നു ഈ കല്ല് പാപം മോചിക്കുമെന്ന്. കറക്റ്റ് അല്ലേ? അതെ, ഹദീസുകളിൽ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അവിടെ നിൽക്കുക. ചോദ്യം ഇതാണ്. ഹദീസുകളിൽ കല്ല് അള്ളാഹുവിന്റെ കൈയാണെന്ന് ഹദീസുകൾ പറയുന്നുണ്ടല്ലോ. പിന്നെ സാർ ഞാനങ്ങോട്ട് അയ്യോ നീ പോകരുത്. അല്ല, ഹദീസുകളിൽ അങ്ങനെ പറയുന്നില്ല. ഹജറുൽ അസ്വദ് അള്ളാഹുവിന്റെ കൈയാണെന്ന് പരാമർശിക്കുന്ന ഹദീസുകൾ ഞാൻ കണ്ടിട്ടില്ല. തെളിവ് തന്നാൽ തിരുത്താമോ? ഓ, തീർച്ചയായും. ഞാൻ നൽകിയ വിവരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് താങ്കൾ തെളിവ് സഹിതം കാണിച്ചാൽ ഞാനത് തീർച്ചയായും തിരുത്തും. കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിലാണ് എനിക്കും താല്പര്യം. ഓക്കെ, എന്നാൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ അതിനുള്ള റെഫറൻസ് എടുത്തു തരാം ജെമിനിക്ക്. ഒരു മിനിറ്റ്. തീർച്ചയായും ഞാൻ കാത്തിരിക്കാം. ഓക്കെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിങ്ങൾ ചോദിച്ചോട്ടോ, ഞാൻ ഇനി ആരും ചോദിക്കണ്ട. നമ്മൾ ചോദിച്ചത് ആരാധിക്കുന്നുണ്ടോന്നാ. അപ്പം ജെമിനി പറഞ്ഞു ആരാധിക്കുന്നില്ല. ചോദിക്കാണ്. ചോദ്യം കഴിഞ്ഞ്, ഉത്തരവ് കഴിഞ്ഞില്ല. ഇനി കൊറേ ഉണ്ട്. ചിരി നമ്മൾ മണ്ണ് തപ്പും. നിങ്ങൾക്കുള്ള ഉത്തരവ് അത് പറയൂല. പറഞ്ഞ അബ്ദുൾ റഷീദ് ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, ഇങ്ങനെ എടുക്കാം. ഹിന്ദു വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഗ്രഹാരാധി ആയിട്ടുള്ള ഒരാൾ ഓക്കെ ഒരു കല്ലിനെ തൊട്ട് അത് പാപം മോചിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണോ അല്ലയോ? അതെ, ഒരു വിഗ്രഹാരാധി ഒരു കല്ലിനെ തൊട്ട് അല്ലെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ച് പാപമോചനം നേടാൻ ശ്രമിക്കുന്നത് വിഗ്രഹാരാധനയായി കണക്കാക്കപ്പെടാം. കാരണം അവർ ആ കല്ലിൽ ദൈവികമായ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നാൽ ഇസ്ലാമിൽ ഹജറുൽ അസ്വദ് ആരാധനാമൂർത്തിയല്ല, മറിച്ച് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഇതേ സെയിം കാര്യമാണല്ലോ വിഗ്രഹാരാധിയും ചെയ്യുന്നത്. ഒരു വിഗ്രഹാരാധി പറയുന്നു ഒരു കാട്ടിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ആ കല്ലിന് പാപം മോചിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അതേ കാര്യം തന്നെ ഇസ്ലാമിൽ വരുമ്പോൾ അതെന്തുകൊണ്ടാണത് വിഗ്രഹാരാധന അല്ലാതെയാവുന്നത്? ഇവിടെയാണ് വ്യത്യാസം. ഇസ്ലാമിൽ ഹജറുൽ അസ്വദ് അള്ളാഹുവിന്റെ കൽപ്പനയുടെയും ഉടമ്പടിയുടെയും പ്രതീകമാണ്, അല്ലാതെ ആരാധനാമൂർത്തിയല്ല. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.
ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. മുസ്ലിങ്ങൾ അതിനെ സ്പർശിക്കുന്നത് അള്ളാഹുവിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കാനും പ്രവാചകന്റെ മാതൃക പിന്തുടരാനുമാണ്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഒരു വിഗ്രഹാരാധി കല്ലിനെ ആരാധിക്കുന്നത് അവർ ആ കല്ലിൽ ദൈവികത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ, ജോസിന് ഇത്തിരി കാറ്റുകൊള്ളട്ടെ. പ്രസിഡന്റിന് ഈ വ്യത്യാസം വ്യക്തമാണോ? അല്ല, ഈ ജെമിനി ഇപ്പൊ പറഞ്ഞത് തെറ്റാണ്. ഈ ജെമിനി ഉത്തരം പറഞ്ഞു. ഈ ജെമിനി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണോ ജെമിനിയെ? എങ്ങനെയല്ലേ ഈ കരയാതെ പിടിച്ചിരിക്കുന്നത് നമുക്കിടയിൽ? ഇറങ്ങട്ടെ, നാളെ വരാം.